Hello, all. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. ഈ ഒരു വരി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ്, റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മെൻഡിങ് വോൾ എന്ന പോയട്രിയിലെ വരികളാണ് ഇത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് ഇസ് എ ഫേമസ് കോട്ട് ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ഇൻ ദി പോയം മെൻഡിങ് വോൾ. അപ്പോൾ മെൻഡിങ് വോളിലെ ഒരു ഫേമസ് കോട്ടാണ് ഇത്. ദിസ് കോട്ട് സ്പോക്കൺ ബൈ ദ നെയ്ബർ. ഈ ഒരു വരി പറയുന്നത് റോബർട്ട് ഫ്രോസ്റ്റ് അല്ല. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ നെയ്ബർ പറയുന്ന വരികളായിട്ടാണ് പോയട്രിയിൽ ഇത് എഴുതിയിരിക്കുന്നത്. ഇറ്റ് എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബൗണ്ടറീസ് ആൻഡ് പ്രൈവസി ഫോർ മെയിൻറ്റെയിനിങ് ഹെൽത്തി റിലേഷൻഷിപ്സ്. ഇതിൽ ബൗണ്ടറീസ്, അതായത് അതിർത്തികളുടെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൗണ്ടറീസിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെപ്പറേഷൻ ക്യാൻ പ്രിവെൻറ്റ് കോൺഫ്ലിക്ട്സ് ആൻഡ് പ്രൊമോട്ട് ഹാർമണി. ഒരു സെപ്പറേഷൻ, എന്തെങ്കിലും കുറച്ചൊരു ഒരു തടസ്സം ഉണ്ടെന്നാണെങ്കിൽ പ്രശ്നങ്ങൾ കുറയും. അതേപോലെ ഒരു ഹാർമോണിയസ് ആയിട്ട് ഒരുമിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യും. ഇപ്പോൾ അന്നേരം തിരിച്ച് ഒരു സെപ്പറേഷനും ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും അപ്പുറത്തെ വീട്ടിലേക്ക് വരാം എന്നുള്ളൊരു രീതിയിലാണെങ്കിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അൺലിമിറ്റഡ് ഫ്രീഡം ബിറ്റ്വീൻ നെയ്ബേഴ്സ് വിൽ ഡിസ്ട്രോയ് ദ റിതം ഓഫ് ലൈഫ്. നെയ്ബേഴ്സിൻ്റെ വീടുമായിട്ട് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രീഡം ഉണ്ടെങ്കിൽ അത് ജീവിതത്തിൻ്റെ താളം തന്നെ നശിപ്പിക്കും. സോ ദെർ മസ്റ്റ് ബി സം ബൗണ്ടറീസ് ബിറ്റ്വീൻ നെയ്ബേഴ്സ് ആൻഡ് ദെർ വിൽ ബി ഗുഡ് റിലേഷൻസ്. അപ്പോൾ എന്താണ്, നെയ്ബേഴ്സ് തമ്മിൽ ചില ബൗണ്ടറീസ് വേണം. എന്നാലാണ് നല്ല നല്ല റിലേഷൻസ് ഉണ്ടാവുകയുള്ളൂ. താങ്ക് യു.